ശരിക്കും സഞ്ജയ്ക്ക് ട്രാഫിക്കിലും ഹൈവേയിലും ഒക്കെ എത്ര കിട്ടുന്നുണ്ട്? ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ എടുക്കാൻ പോകുന്നവർ മൈലേജ് ആണ് മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബേസ് മോഡൽ വണ്ടീനെ എങ്ങനെ ആക്കി എടുത്തു, എന്തൊക്കെ വർക്കാണ് ചെയ്തത്, എത്ര രൂപയെന്നും അറിയാനുണ്ട്, ഒന്ന് പറയാമോ? ഞാനത് LED അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പം ഓക്സ് ബീം ആണ് യൂസ് ചെയ്യുന്നത്. സഞ്ജയ്ക്ക് തോന്നിയിട്ടുള്ള മെയിൻ നെഗറ്റീവ്സുകൾ ഒന്ന്. ഓക്കെ, ബ്രസ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഷാർപ്പ് ടേൺസ് എടുക്കുന്ന സമയത്ത്. സേഫ്റ്റിയെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിൽ മാരുതിയിൽ നല്ല നല്ല വണ്ടികളൊക്കെയാണ്. ഒരു പുതിയ ബ്രസയിൽ നിന്നും പഴയ ബ്രസയിലേക്ക് ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ കൂടുതലായിട്ട് തോന്നിയൊരു വ്യത്യാസം ഉണ്ടാകും. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ യങ്സ്റ്റേഴ്സിനും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു വണ്ടി മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട വണ്ടിയും കൂടെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാരുതിയുടെ തന്നെ ബ്രസയാണ്. ഒരു ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വണ്ടി എങ്ങനെ കുട്ടപ്പനാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോയും കൂടെ ആവും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതിൻ്റെ ഓണറിനെ നമ്മൾ ക്ഷണിക്കാൻ പോവുകയാണ്. വെൽക്കം ബ്രോ. വെൽക്കം ടു കൃഷ്ണചാൻസ് ഓട്ടോ വ്ളോഗ്. താങ്ക് യു ബ്രോ. എന്താണ് പേര്? എൻ്റെ പേര് സഞ്ജയ്, സ്വദേശം പത്തനംതിട്ടയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വിറ്റാര ബ്രസയാണ്, 2021 മോഡൽ പെട്രോൾ. ഓക്കെ, എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടാവും? നമ്മളിപ്പോൾ ഏകദേശം ഒരു 40,000 കവർ ചെയ്തിട്ടുണ്ട്. അത്രയും കിലോമീറ്റർ ആയി? അതെ, റൈറ്റ്. അപ്പം എനിക്ക് തോന്നുന്നു ബ്രോ ഇതല്ലാതെ വേറെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അതുകൊണ്ട് ഓട്ടം കുറവാണ് കമ്പാരിറ്റീവ്ലി. കുറവാണ്. ഏതാണ് ആ വണ്ടി യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ യൂസ് ചെയ്യുന്ന താറോക്സ് ആണ്. താറോക്സ്. ഇതിനു മുമ്പ് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. ശരി, ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് എടുത്തതല്ലേ? അതെ അതെ, 2021 ഫ്രഷ് ആയിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം 2020 കഴിഞ്ഞതിന് ശേഷമാണ് മാരുതി ഡീസൽ വണ്ടി നിർത്തി പെട്രോളിലേക്ക് വരുന്നത് അല്ലേ? അതെ. 1.5 ലിറ്റർ K15B എൻജിൻ വരുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് ഈ വണ്ടി എടുക്കുന്നത്? നമ്മൾ ആക്ച്വലി എടുത്തത് പത്തനംതിട്ട പോപ്പുലറിൽ നിന്നാണ്. ഓൾ റൈറ്റ്. അപ്പോൾ എടുത്ത സമയത്ത് നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ഒത്തിരി വണ്ടികളുണ്ടാവും. പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ ഹിറ്റായിട്ട് നിൽക്കുന്നതാണ് ടാറ്റയുടെ നെക്സോൺ അല്ലേ, EV 300, 300. അപ്പോൾ ഇങ്ങനെ കുറേ വണ്ടികൾ നമ്മുടെ മനസ്സിലുണ്ടാവും. മാത്രമല്ല അർബൻ ക്രൂസർ. അപ്പോൾ ഇത്രയും വണ്ടികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ബ്രസയിലേക്ക് വരാൻ കാര്യം? ഫസ്റ്റ് ഓഫ് ഓൾ മാരുതി സുസുക്കി എന്ന ബ്രാൻഡിനോടുള്ള ഒരു ട്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ എനിക്ക് വണ്ടിയുടെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു ഡിസൈൻ പാറ്റേണും ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു കോമ്പാക്ട് എസ്യുവിയുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറും അതുപോലെ ആ ഒരു സ്റ്റാൻഡ്സും പിന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ്, അതാണ് എന്നെ ഇതിലേക്ക് വരാനുള്ള മെയിൻ കാര്യം. അത് മാത്രമല്ല എൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ കോമ്പാക്ട് എസ്യുവിൽ അറിയാലോ, ആ ഒരു ടൈമിൽ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അത് മാത്രമല്ല എൻ്റെ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബ്രസയാണ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്, സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി. കാരണം ഞാൻ ചോദിക്കുകയാണ് ബ്രോ, SUV 300 ശരിക്കും നോക്കിയിരുന്നു, അർബൻ ക്രൂസർ നോക്കിയിരുന്നു. ഇതിൽ നിന്നെല്ലാം മാറി പെട്ടെന്ന് ബ്രസയിലേക്ക് വരാനുള്ള ഒരു മെയിൻ കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടികളിൽ ഒന്ന് XUV 300 ആയിരുന്നു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. എനിക്ക് പെർഫോമൻസിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സേഫ്റ്റി വൈസ് ആണെങ്കിലും ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത് XUV 300 ആണ്. പക്ഷെങ്കിൽ അതിന്റെ ബൂട്ട് സ്പേസ് വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല അതിന്റെ ഇന്റീരിയർ വൈറ്റും ആണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു ഇന്റീരിയറിനോട് താല്പര്യമില്ല, കുറച്ച് ഔട്ട്ഡേറ്റഡും ആണ്. അത് മാത്രമല്ല അത് ഓവർ പ്രൈസ്ഡും ആയിരുന്നു. അപ്പൊ ഞാൻ അത് എന്റെ ബക്കറ്റിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. പിന്നീടുള്ളത് ടാറ്റ നെക്സോൺ ആയിരുന്നു. അത് എൻ്റെ ഒരു കസിൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് വണ്ടി. അപ്പൊ അത് അത്യാവശ്യം ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി അതിന്റെ എഞ്ചിൻ സൈഡിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അതിന്റെ പെർഫോമൻസിൽ. അതൊരു 1.2 ലിറ്റർ ആണ്, 3 സിലിണ്ടറുമാണ്. ബാക്കി പറഞ്ഞ റൈഡ് ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ ആ ഒരു സൗണ്ട് സിസ്റ്റം പിന്നെ ടാറ്റയുടെ സേഫ്റ്റി അതെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെങ്കിൽ ആ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ സർവീസിലും ഓൾറെഡി ഞാൻ കസിന് ഇത് പറഞ്ഞ പോലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നേരിട്ടിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ ബ്രസയിലേക്ക് ഫൈനലൈസ് ആവുന്നത്. ഓക്കെ, കാരണം ഞാൻ ആ ഒരു കമ്പാരിസണിലേക്ക് വരാം. അത് ടാറ്റ 1.2 ലിറ്ററിലേക്ക് വരുമ്പോൾ ഇത് 1.5 ലിറ്റർ ആണ്. അപ്പോൾ അത് മാത്രമല്ല അത് 3 സിലിണ്ടർ ആണെങ്കിൽ ഇത് 4 സിലിണ്ടർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എനിക്ക് തോന്നുന്നു സഞ്ജയ് കുറച്ചുകൂടെ ഒരു കാർ എന്തൂസിയാസ്റ്റിക് അല്ലെ, ഒരു വണ്ടി പ്രാന്തൻ എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് അല്ലേ, എനിക്ക് തോന്നി. കാരണം അതുപോലത്തെ ഉള്ള രീതിയിലുള്ള ഒരു ഓൾട്രേഷൻ വർക്കുകളാണ് ഇപ്പം എനിക്കൊരിക്കലും ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബേസ് വേരിയൻ്റ് ഇങ്ങനെ ഭംഗിയാക്കി എടുത്തു എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വരുന്നുണ്ട്. നമുക്കറിയാം അങ്ങനെ ഈ വണ്ടിയിലേക്ക് എത്തുമ്പോൾ
നമ്മുടെ വണ്ടിയുടെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. കാരണം ബേസ് വേരിയൻറ്റിൽ തന്നെ 2 എയർ ബാഗ് അല്ലേ, 2 എയർ ബാഗ് വരുന്നുണ്ട്. ABS EBD പോലുള്ള സ്റ്റാൻഡേർഡായിട്ട് വണ്ടി കൊടുക്കുന്നു. മാത്രമല്ല നമുക്ക് sub-4 മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വണ്ടിയാണ്. അതും അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒത്തിരി അഡ്വാൻറ്റേജുകളുള്ള ഒരു വണ്ടിയാണ്. പെർഫോമൻസ് വൈസ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളായി എങ്ങനെ തോന്നിയിട്ടുണ്ട്? അത് എപ്പോഴേലും ഒരു കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഡിമിനിഷിങ് ആയും തോന്നിയിട്ടുണ്ട്? പെർഫോമൻസ് വൈസ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇത് ആക്ച്വലി K15B ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഫൺ ടു ഡ്രൈവ്. നമുക്ക് ആ ഒരു ഇനിഷ്യൽ തൊട്ട് ആ റെഡ് ലൈൻ ചെയ്യുന്നത് വരെ വളരെ ഫണ്ണാണ്. നമുക്ക് ആ ഒരു 0 to 100 ഒക്കെ ആണെങ്കിലും ഏകദേശം ഒരു 11 seconds. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ ബാക്കിയുള്ള എല്ലാ വണ്ടികളുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അതിനുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഞാൻ അത് ആ ഒരു ബേസിലാണ് ഞാൻ പറയുന്നത്. വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അതുമാത്രമല്ല ഇത് ട്യൂണിങ്ങും ഇപ്പം അവൈലബിൾ ആണ് K15B. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ വരുന്ന K15C ആണ്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ്. ആ ഒരു ഇനിഷ്യൽ ആണെങ്കിലും ടോപ്പ് എൻഡ് ആണെങ്കിലും ടോപ്പ് എൻഡ് നമ്മുടെ കേരളത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. പിന്നെ മിഡ് റേഞ്ച് ഡീസലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയില്ല, ബട്ട് സ്റ്റിൽ ഡീസൻ്റ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്. നമുക്കറിയാം പുതിയ ബ്രസ വരുന്നത് K15C എഞ്ചിനാണ്. അതെ. ഈ പൊതുവെ എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഈ വണ്ടിയുടെ ആ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസിൻ്റെ കുറവ്. എങ്ങനെയാണ് വണ്ടിയുടെ ഒരു കമ്പാരിസൺ നടത്തുന്നത്? പ്രത്യേകിച്ച് നെക്സോണായിട്ട് നമ്മൾ നേരത്തെ ഒരു ചർച്ച നടത്തിയിരുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം പറയാം? ഇതിപ്പോൾ നമുക്ക് ന്യൂജൻ ബ്രസയും ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് K15B ആണ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 105 BHPയും 138 Nm ടോർക്കുമാണ് വരുന്നത്. പുതിയത് വന്നപ്പോഴത്തേക്ക് 103 ആയി. അതുപോലെ ടോർക്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ മെയിനായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇനിഷ്യൽ നല്ല രീതിയിൽ കുറവ് എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ മാസം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പരുന്തുംപാറ പോയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി AC ഒക്കെ ഇട്ട് ഫുൾ ഓടുമായിരുന്നു. കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കറക്റ്റ് മനസ്സിലായി. ഓക്കെ, അപ്പം പുതിയ വണ്ടി സ്ട്രഗിൾ ചെയ്യുവാണ്, പഴയ വണ്ടിയിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അതും ഇതോടെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ റിഫൈൻമെന്റ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഇതിനേക്കാളും കുറച്ചുകൂടെ റിഫൈൻഡ് എഞ്ചിനുമാണ്. അതുപോലെ ഒരു 20% ഫ്യൂൽ എഫിഷ്യന്റും ആണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡ്രൈവർ. പിന്നെ ഈ 1.5 ഒരിക്കലും ഒരു ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ല. പക്ഷെങ്കിൽ വേണ്ട രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജും ഉണ്ട്. കാരണം ഇതൊരു 1500 cc ആണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. പക്ഷേ ഞാൻ ഇതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസിനെ കുറിച്ച് വന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. കമ്പനി പറയുന്നത് 17.03 km/L ആണ് കമ്പനി പറയുന്നത്. ശരിക്കും സഞ്ജയ്ക്ക് ട്രാഫിക്കിലും ഹൈവേയിലും ഒക്കെ എത്ര കിട്ടുന്നുണ്ട്? ട്രാഫിക്കിൽ എനിക്കൊരു 11-12 ഒക്കെയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക്കിൽ. ഒരു നോർമൽ ഡ്രൈവിൽ ഒരു 13 to 14. പിന്നെ ഒരു 15 to 16. എനിക്ക് 17 കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ഓടിക്കാറില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്താൽ ഓടിക്കാറുള്ളൂ. പിന്നെ ആ പറഞ്ഞ പോലെ നമ്മളൊരു 2000 RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ, ബിലോ 2000 RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ഈ ഒരു സെഗ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അതും ഈ പറഞ്ഞ പോലെ ഓരോ ഡ്രൈവറിനെ അനുസരിച്ചും ഡിപ്പെൻസ് ആണ്. എപ്പോഴേലും കമ്പനി ക്ലെയിം ചെയ്യുന്ന അത്ര മൈലേജ് കിട്ടിയില്ല ഒരു സങ്കടം തോന്നിയിട്ടുണ്ടോ? മാരുതിയുടെ മറ്റു മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തു ഇത്രയും കിട്ടുമെന്ന്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത്രയും കിട്ടില്ല. ബാക്കി ഇപ്പം നമ്മൾ കേറ്റോലും ഒക്കെ എടുത്ത് നോക്കിയാൽ ബലേനോയ്ക്കൊക്കെ നല്ല മൈലേജ് കമ്പനി പറയുന്നതിലും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ എടുക്കാൻ പോകുന്നവർ മൈലേജ് ആണ് മെയിൻ പ്രയോറിറ്റി എങ്കിൽ ആ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലും ആ ഒരു K12 കിട്ടുന്ന ഒരു മൈലേജ് ഇത് കിട്ടില്ല. അതായത് കമ്പനി പറയുന്നവർ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കാമായിട്ടൊക്കെ ഓടിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. ഒരിക്കലും ഒരു മൈലേജ് മാത്രം പ്രതീക്ഷിച്ച് ഇത് വരില്ല. ഡീസലും അല്ല. ഡീസലിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഡിമാൻഡ്, ഇപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഡീസലാണ്. ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ വളരെ റിലയബിളും ആണ്, വളരെ ഫ്യൂൽ എഫിഷ്യൻറ്റും ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ്. അതിനെങ്ങനെ പോലും സിറ്റിയിൽ ഒരു 18 to 20 എങ്ങനെയാലും കിട്ടും. ഏറ്റവും വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 16-17. കാരണം അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലൊക്കെ ഉണ്ട്. അത് ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 24+ എന്തായാലും കിട്ടും. അപ്പം അതിൽ നിന്നൊക്കെ ഇതിലേക്ക് വരുന്നവർ അങ്ങനെ വരാറില്ല. എന്നാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ബ്രസ നോക്കുമ്പോൾ മൈലേജ് അധികം നോക്കണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ സ്ട്രെയിറ്റ് കുറച്ച് നെഗറ്റീവ്സിലേക്ക് വരികയാണ്. കാരണം ഇതെല്ലാം പൊതുവേ ബ്രസയിൽ എല്ലാവരും പറയാറുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഒരു ലോങ് ജേണിയൊക്കെ പോയിട്ട് പെട്ടെന്നൊരു ട്രാഫിക്കിലേക്ക് എത്തി, ആ സമയത്ത് പതുക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രേക്ക് പാഡ്സിൽ നിന്നൊക്കെ ഒരു ചെറിയ ചെറിയ സൗണ്ടുകളെ കാര്യങ്ങൾ
അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഓക്കെ. പിന്നെ 1-2 പേര് നമ്മുടെ ക്ലബ്ബിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗുഡ് വിൽ വാറണ്ടി തന്നെ ചേഞ്ച് ആയി കിട്ടും. മാരുതി ആയതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ സ്പീഡപ്പ് ആയിട്ട് നമുക്ക് ചേഞ്ച് ആയി കിട്ടുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് മറ്റു സീനൊന്നുമില്ല. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ആ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിനെ കുറിച്ച് ഞാനിങ്ങനെ ചോദിക്കുന്നത് കാരണം എപ്പോഴും എല്ലായിടത്തും ഒരു പരസ്യമായിട്ട് മാരുതി പറയുന്നത്, കാരണം ടാറ്റ ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ മാരുതി പറയുന്നത് അവരുടെ സർവീസ് കോസ്റ്റിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഒരു 7,000 to 8,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ മാക്സിമം ഒരു വർഷം ആവുള്ളൂ പറയുന്നത്. അതങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം ലോ മെയിൻ്റനൻസ് കോസ്റ്റിനെ കുറിച്ച് എന്താണ് അപ്പോൾ പറയാനുള്ളത്? അൾട്രാ ചീപ്പ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാ 10,000 നമുക്ക് സർവീസ് വരുന്നത്. എനിക്ക് ഏകദേശം ഒരു 7,500 ആ റേഞ്ച് വരുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു പീരിയോഡിക് സർവീസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 5,500 ആണ്. ഞാൻ പിന്നെ എല്ലാ സർവീസിലും ക്യാബിൻ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. ക്യാബിൻ ഫിൽറ്ററും വൈപ്പിംഗ് ബ്ലേഡ്, അതിന്റെ ഒരു എക്സ്പെൻസ് വരും. പിന്നെ അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു 8,000 അല്ലെങ്കിൽ ഒരു 10,000 അടുത്ത് വരത്തുള്ളൂ. അങ്ങനെ വരാറില്ല. ഈ പറഞ്ഞ പോലെ സെൻസേഴ്സ് ഒക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതേ ഉള്ളൂ. അല്ലാതെ ഒരു 7,000 എന്നാലും ഓക്കെയാണ്. ഓക്കെ. നമ്മുടെ വ്യൂസിന് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു സംഭവമാണ് ഒരു ബേസ് മോഡൽ വണ്ടീനെ ഇങ്ങനെ ആക്കി എടുത്തു, എന്തൊക്കെ വർക്കാണ് ചെയ്തത്, എത്ര രൂപയെന്ന് അറിയാനുണ്ട്, ഒന്ന് പറയാമോ? ഞാൻ ഈ വണ്ടി എടുത്ത ടൈമിൽ ഇതിന്റെ ഓൺ റോഡ് എന്ന് പറയുന്നത് 8.52 lakhs ആയിരുന്നു. അത്ര ആ ഒരു സമയത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കുറവാണ്. ഈ ഒരു ബേസ് മോഡലിനെ സംബന്ധിച്ച് അത്യാവശ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു 8.52 ഒരു sub 4 meter കോമ്പാക്ട് SUV എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഒരിക്കലും ബേസ് മോഡലിന് തോന്നിക്കരുത് ഒരിക്കലും. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ആദ്യം കസ്റ്റം ചെയ്തത്. അത് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ബേസിക് മോഡിഫിക്കേഷൻസ് മാത്രം. പില്ലേഴ്സ് ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തു, കമ്പനി ടോപ്പ് എൻഡിന്റെ അലോയ്സ് ഇട്ടു, പിന്നെ സീറ്റ് കവേഴ്സ്, ഫോഗ് ലാംപ്സ്, അങ്ങനത്തെ കുറേ എസ്തെറ്റിക്കിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ അലോയ് ഇതിപ്പോ എന്തിന്റെ അലോയ് ആണ് ഇട്ടിരിക്കുന്നത് ശരിക്കും? ഇതിപ്പോ പ്രോറേസിന്റെ അലോയ് ആണ് ഇട്ടിരിക്കുന്നത്. എന്നെ എത്ര രൂപയായിട്ട്? ഇത് ഏകദേശം ഒരു 40K. ഓക്കെ. അപ്പോൾ 5 എണ്ണം കൂടെ ചേർത്തിട്ട്? ഇല്ല, 4 എണ്ണം മാത്രം. 4 എണ്ണം 40K വരുന്നുണ്ട്. സെയിം നമ്മുടെ കമ്പനി ടയർ പ്രൊഫൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ജെ സൈസ് വരുന്ന 7. ഓക്കെ. J7 7. അപ്പം ഉള്ളിൽ തന്നെ കിടന്നോളും. മറ്റ് ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട് സെക്ഷനിലോട്ടാണ്. ഓക്കെ. നമുക്കറിയാം ബ്രസ വരുന്നത് LED ഹെഡ്ലാമ്പ്സ് എന്ന് വെച്ചാൽ ഐ മീൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. ഇപ്പൊ അതെല്ലാം മാറ്റിയോ? ഞാൻ പ്രൊജക്ടറിൽ ഹാലോജൻ ആണ് വരുന്നത്. ഞാനത് LED-ലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പം ഓക്സ് ബീം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്സ് ബീമിന്റെ G സീരീസ്. നല്ല ഔട്ട് ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്. ആണോ? അതിന് എന്നാ റേറ്റ് ആണ്? ഞാൻ എടുത്ത ടൈമിൽ ഏകദേശം ഒരു 8,000. ഞാൻ F സീരീസ് ആയിരുന്നു ഓർഡർ ചെയ്ത്. അവരുടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അവരെനിക്ക് G സീരീസ് തന്നെ തന്നു ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ഓക്കെ. ഇപ്പൊ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഓക്സ് ബീം. നൈസ്. ദെൻ ഗ്രില്ലിനെ കുറിച്ച്? ഫ്രണ്ട് ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്റ്റോക്ക് വരുന്ന ഒരു ക്രോം, ഫുൾ ഒരു ക്രോം ആയിരുന്നു. എനിക്ക് പേഴ്സണലി ക്രോമിനോട് താല്പര്യമില്ല. അപ്പം ആദ്യത്തെ വണ്ടി എടുത്ത ഉടനെ തന്നെ ഞാൻ ഇതിനെ ഒരു റിസർച്ച് നടത്തി. അപ്പൊ നേരത്തെ ഡീസൽ ബ്രഷയ്ക്ക് നമുക്ക് ഇത് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യായിരുന്നു. പക്ഷെ ഇത് വന്ന സമയത്ത് ഇത് ഡയറക്റ്റ് ഫിറ്റ് അല്ല. ഇതിന്റെ ഇന്നർ പീസ് കട്ട് ചെയ്യണം. പിന്നെ ഇൻ കേസ് നമുക്ക് സ്റ്റോക്കിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പീസ് കംപ്ലീറ്റ് ആയിട്ട് മേടിക്കണമായിരുന്നു. ഇത് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട് ത്രൂ ആണ് മേടിച്ചത്. ഇത് ഡയറക്റ്റ് ഫിറ്റ് ആണ്, ഒരു കുഴപ്പമില്ല. കൊള്ളാലോ. ഓക്കെ. ഫോഗ് ലാമ്പ് എനിക്ക് തോന്നുന്നു യെല്ലോ ആക്കിയിട്ടുണ്ട്. ഇല്ല, അത് ജസ്റ്റ് ഒന്ന് ടിൻറ്റ് ചെയ്തേ. കമ്പനി ഫോഗ് ലാമ്പ് തന്നെയാണ്. പിന്നെ ഈ ഗ്രില്ലും ഈ താഴത്തെ പീസും ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കമ്പനി ആയിരുന്നു. അത് കമ്പനി തന്നെ. അത് ഇൻഡിക്കേറ്റർ വരുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തു. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഐലിഡ് പോലെ, ഒരു കസ്റ്റം ഐലിഡ് പോലെ. നൈസ്. ഇത് കൊള്ളാം. പിന്നെ എനിക്ക് തോന്നുന്നു ഗ്രഫൈൻ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിന് എവിടെയാണ് ചെയ്തത്? അത് നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ തന്നെയാണ്, കോന്നിയിൽ ചെയ്തത്. 1 year പാക്കേജ് ആയിരുന്നു. അപ്പോൾ വണ്ടി ഈ പറഞ്ഞ പോലെ വെയിലത്തൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഷൈനിങ്, വാഷ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ. എവരി 1 year നമ്മൾ സർവീസുമായിട്ട് ഇതിപ്പോൾ 1 year പാക്കേജ് എടുത്തേ. അപ്പോൾ 1 year കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ അവർ ടോപ്പ് അപ്പ് ചെയ്യും. അതാണ്. അതെ. അപ്പോൾ അന്ന് ചെയ്തപ്പോൾ എത്ര രൂപയായിരുന്നു ഏകദേശം? അന്നൊരു 17K. 17K. ബാക്കി ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്തപ്പോൾ എൻ്റെ ആ ഒരു മേളിൽ ഗ്ലാസ് പോർഷനും ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തു. പിന്നെ അതുപോലെ ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്റ്മാൻ മിറർ ക്യാപ്പ്. നൈസ്. കൊള്ളാം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം, ഏത് പുതിയ വണ്ടി എടുത്താലും ഡാഷ് ക്യാം മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും വെച്ചിട്ടുണ്ട്. 70 mm യൂസ് ചെയ്യുന്നത്. അത് എത്ര രൂപയായിട്ടുണ്ട്? അത് ഏകദേശം ഒരു ഫിറ്റിംഗ് എല്ലാം കൂടി ഒരു 15K. ഓക്കെ. ഇനി നമ്മൾ ബാക്ക് സൈഡിലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ്. എന്തൊക്കെയാണ് ബാക്ക് സൈഡിൽ ചെയ്തിട്ടുള്ളത്? ബാക്ക് സൈഡ് മെയിനായിട്ട് നമ്മൾ ടെയിൽ ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ്സ് ആണ്. എന്നാ റേറ്റ് വരുന്നുണ്ടാവും? ഏകദേശം ഒരു 16K. ഇതൊക്കെ എവിടെ നിന്നാണ് സെറ്റ് ചെയ്തത്? ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയാണ്? അതെ. പിന്നെ ബാക്കി മെയിനായിട്ട് പിന്നെ ഡിഫ്യൂസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഏകദേശം ഒരു 5,000 ആ റേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ക്രോം പീസ് ആണ് വരുന്നത്. അത് നമ്മളൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തു. സുസുക്കിയുടെ ലോഗോ
പിന്നെ സ്പോയിലർ നമ്മളൊന്ന് സ്റ്റിക്കർ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് വിട്ടാരാന്നൊക്കെ വേറെ കമ്പനിയിൽ നിന്ന് തന്നെ മേടിപ്പിച്ച് സെറ്റ് ചെയ്തതാണോ? അല്ല, ഇത് ഓൾറെഡി കമ്പനിയായിട്ട് ഈ ഒരു ക്രോം എലമെന്റ് ആയത് ഫുള്ളി വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് കൊടുത്തേ ഉള്ളൂ. ശരി. പിന്നെ അതുപോലെ തന്നെ ബാക്കി സ്പോയിലർ നമ്മൾ ഈ പറഞ്ഞ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചറിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഫിൻസ് ജസ്റ്റ്. ഓക്കെ, ഇത് മൊത്തത്തിൽ ഇതെനിക്ക് തോന്നുന്നു ഇതൊരു LED ആണ്, വെൽക്കം ടൈലൈറ്റ്സ് പോലെ. ഓക്കെ, ഇങ്ങനെ ഒരു ഫില്ലായി ഇങ്ങനെ നമ്മുടെ ഇന്നോവയുടെ ഒക്കെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിസയ്ക്ക് വരുന്നതാണ് അല്ലേ? ഓക്കെ, കുറച്ചുകൂടെ ഒരു എസ്തെറ്റിക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കുറച്ചുകൂടെ. ഓക്കെ, ഇതിൽ ഈ എല്ലാം കൂടെ ടോട്ടൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഒരു 1.5 lakhs എല്ലാം കൂടെ. ടോട്ടൽ 1.5 lakhs കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ കിടക്കുന്നേ ഇനിയുണ്ട്. ഇനി എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഇനിയിപ്പോൾ ടയർ ഒന്ന് അപ്സൈസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇന്റീരിയറിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പരിപാടികളുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, സോ നമ്മൾ ഇന്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എനിക്ക് ഒരു ആകാംക്ഷയുണ്ട് ഇന്റീരിയറിൽ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ഞാൻ ഈ മിറർ കാണുമ്പോൾ നല്ലൊരു രസമുണ്ട്. അത് എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇന്റീരിയറിൽ കാര്യമായിട്ടുള്ളതൊന്നും ചെയ്തിട്ടില്ല. മെയിനായിട്ട് നമ്മളൊരു കസ്റ്റം മിറർ ആഡ് ചെയ്തിട്ടുണ്ട് ബ്രോഡ്വേയുടെ. പിന്നെ ഈ പറഞ്ഞ ഒരു മാറ്റ് ഫോണൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ബാക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ സൺഷെയ്ഡ് ആണ്. ഓക്കെ, അതേ ഉള്ളൂ. നമുക്കറിയാം ബേസ് വേരിയന്റിൽ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നില്ല. ഇല്ല, അതെ അതെ. ഞാൻ നല്ലൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കണ്ടു. അതൊക്കെ എത്രയായിട്ടുണ്ട്? ഇത് ആക്ച്വലി എങ്ങനെയാലും ഒരു 25 അത്രയും. റിവേഴ്സ് ക്യാമും വരുന്നുണ്ട്. അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. കൊള്ളാം, നല്ല ടച്ച് റെസ്പോൺസ്. അതെ അതെ. പൊതുവെ ബ്രിസയുടെ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒരു സംഭവം കേട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC-യിൽ നിന്ന് പ്രത്യേകിച്ച് വണ്ടി AC ഒക്കെ നിർത്തി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ കയറുന്ന സമയത്ത് ഒരു സ്മെല്ല്, ഒരു ഒരു ഫൗൾ സ്മെല്ല് വരുന്നു. മാത്രമല്ല AC-യുടെ അത്ര കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറേ ആൾക്കാർ ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട്, ശരിയാണോ? എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം നല്ല AC പെർഫോമൻസ് ഉണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാൻ കാരണം പ്രോപ്പറായിട്ട് നമ്മൾ ക്യാബിൻ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. അവർ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാ 10,000-ലും ചേഞ്ച് ചെയ്യണമെന്നാണ്. പലരും അത് ചേഞ്ച് ചെയ്യാറില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാ സർവീസിലും അത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് AC കിട്ടും. മറ്റ് ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ബ്രസ വണ്ടിയൊക്കെ ഇപ്പോൾ എടുക്കുമ്പോൾ, കാരണം നമുക്കറിയാം ഈ എഞ്ചിനിൽ മാത്രം ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. പക്ഷെ പുതിയ ബ്രസയിൽ ഡിസൈനും അതെല്ലാം സ്ട്രക്ചർ എല്ലാം സെയിം ആണ് അല്ലേ? ഇനി ഭാവിയിലൊരു ബ്രസ വരാൻ പോകുന്നു പറയുന്നു. എന്നാൽ പോലും കോസ്മെറ്റിക് ചേഞ്ചിനേക്കാൾ കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിൽ. അപ്പോൾ ബ്രസ വണ്ടിയിൽ നമ്മൾ പുറയിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഹെഡ് റെസ്റ്റിൻ്റെ ഒരു പോരായ്മ. ഇതിപ്പം നമുക്ക് കണ്ടാൽ അറിയാം, നമുക്ക് അതിനകത്ത് ഒരു ബാഗ് ഹെഡ് റെസ്റ്റ് ഇല്ല. അപ്പോൾ ആ ഹെഡ് റെസ്റ്റ് ഇല്ലാതെ ഒരു ലോങ് ജേർണി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ല. ഞാൻ ഫുൾ ടൈം ഒന്നീ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ആയിരിക്കും. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും കംഫർട്ടബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അവർ പ്രൈസ് കട്ടിന്റെ ഭാഗമായിട്ട് LXയിൽ അവർ ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം രണ്ടാമത് നമ്മൾ ചെയ്യാനുള്ള ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതുകൂടെ നമ്മളെ നിന്ന് കുറച്ച് പൈസ മേടിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതൊരു സേഫ്റ്റി ഫീച്ചർ കൂടിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. സോ NVH ലെവലിലേക്ക് വരികയാണ്. നോയിസ്, വൈബ്രേഷൻ, ഹാർഷ്നെസ്. പൊതുവെ ബ്രസ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാം? NVH ലെവലൊക്കെ വെൽ കണ്ടെയ്ൻഡ് ആണ്. ഏകദേശം ഒരു 80 to 100 വരെ വളരെ കാമാണ്. അതിനുശേഷം നമ്മൾ അത്യാവശ്യം പുഷ് ചെയ്യുമ്പോൾ ആ ഒരു എഞ്ചിൻ നോട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ ആക്ച്വലി അതിന്റെ ഒരു ഫാനാണ്. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടണം. അപ്പോഴേ കുറച്ചുകൂടെ ഒരു വണ്ടിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവുന്ന നമുക്ക് മനസ്സിലാവും. അത്രയും കാമായിട്ട് ഇന്ന് ഒരാൾ പെട്ടെന്ന് അഗ്രസീവിലോട്ട് പോകുന്നത് വളരെ ഒരു സ്പോർട്ടി ക്യാരക്ടറാണ് ആ ഒരു ടൈമിൽ നമ്മൾ ഈ റെഡ് ലൈൻ ചെയ്യുമ്പോൾ. അപ്പം എനിക്ക് ആക്ച്വലി വളരെ റിഫൈൻഡ് എഞ്ചിനുമാണ്. എനിക്ക് അങ്ങനെ NVH ലെവൽ വളരെ ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബ്രസ വണ്ടി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാര്യം ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 198 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. എപ്പോഴേലും അതിന്റെ ആ ഒരു അത് പോരാ എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാലും അതിനെക്കുറിച്ച് എന്താണ്? ഞാൻ നെക്സോണും ഇടയ്ക്ക് എൻ്റെ കസിൻ്റെ യൂസ് ചെയ്ത സമയത്ത് ഒരു ടെറൈനിൽ നെക്സോണിനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ബ്രസ. ആ ഒരൊറ്റ ഏരിയയിൽ മാത്രമേ എനിക്കത് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലാ ഇതിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആണല്ലോ നെക്സോൺ. ഏകദേശം
അടുത്ത് തന്നെ വരുന്നുണ്ട്. അതെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ ഈ ഗ്ലാസിന്റെ സൈഡിൽ നിന്ന് മിക്കവാറും ഒരു സൗണ്ട് കേൾക്കും. അപ്പൊ ആ ഒരു എന്താ പറയാ, നമുക്കറിയാലോ ഒരു പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ ആണെങ്കിലും എന്തൊരു ഇത്, അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഈ പറഞ്ഞ പോലെ പ്രൈസ് കട്ടിന്റെ ഭാഗമായിട്ട് അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ അത് അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ ഒരു ഒച്ച ചെറിയ രീതിയിൽ. അതെ. ശരി. പക്ഷെ നമുക്കത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരു ബഡ്ജറ്റിൽ അവർ ഇത്രയും തന്ന സ്ഥിതിക്ക് ഇറ്റ്സ് ഫൈൻ. ഓക്കെ. പിന്നെ നമുക്കറിയാം, നമ്മളൊരു ലോങ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് ബൂട്ട് സ്പേസ്. എനിക്ക് തോന്നുന്നു എനിക്ക് 328 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ഈ വണ്ടിക്ക് ഉണ്ട്. മറ്റു വണ്ടികളൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് അത് ആപ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അഡിക്വേറ്റ് ആണ്. കാരണം ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രസയല്ല, നെക്സോൺ ഇതിലും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പൊ ഞാൻ ആദ്യം എടുക്കാൻ XUV നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ മെയിൻ കാരണം അത് തന്നെയായിരുന്നു. ബൂട്ട് സ്പേസ് വളരെ കുറവായിരുന്നു. പിന്നെ ഞാനൊരു തബലിസ്റ്റ് കൂടിയാണ്, പ്രൊഫഷണൽ. അപ്പൊ എനിക്ക് വല്ല പ്രോഗ്രാം ഒക്കെ പോകുന്ന സമയത്തും പിന്നെ അല്ലാതെ ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തും ബൂട്ട് സ്പേസ് ഇതുവരെ ഓക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് കയറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല. ബ്രസ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഷാർപ്പ് ടേൺസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യു ടേൺ എടുക്കുന്ന സമയത്ത് ഇതിന്റെ സ്റ്റിയറിങ് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നു. സ്റ്റിയറിംഗ് കോളത്തിൽ നിന്ന് ഒച്ച കേൾക്കുക, ചിലപ്പോൾ പെട്ടെന്ന് റിട്ടേൺ വരിക. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്റ്റിയറിംഗ് കോളം ഒരു ഇഷ്യൂ ഉണ്ട് മാരുതിയിൽ. അത് നമുക്ക് പഴയ സ്വിഫ്റ്റിലും ബലേനോയിലും എല്ലാം കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ഒരു 5 വർഷത്തിനുള്ളിലാണ് വരുന്നത്. മാക്സിമം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഗുഡ് വിൽ വാറണ്ടിയിൽ തന്നെ ചേഞ്ച് ആയി കിട്ടും. എനിക്ക് ഇതുവരെ അങ്ങനെ ഇല്ല. പിന്നെ ഞാൻ ആക്ച്വലി ഇതിന്റെ ഈ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഫോർഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഈ ഒരു ഏരിയയും കൂടെ അവരൊന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ വണ്ടി പെർഫോം ചെയ്തേനെ. ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഇത് ഓവറോൾ കുറച്ച് ടൈറ്റ് ആണ്. അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഹയർ സ്പീഡിൽ വളരെ സ്റ്റേബിളും നമുക്കൊരു കോൺഫിഡൻസും കിട്ടും കോർണറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് തോന്നിയ ഒരു കാര്യം. സേഫ്റ്റിയെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിൽ മാരുതിയിൽ നല്ല നല്ല വണ്ടികൾ ഏതൊക്കെയാണ്? മാരുതി ലൈനപ്പിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സേഫസ്റ്റ് കാർ ബ്രസയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം ബേസ് ചെയ്ത് വരുന്ന വണ്ടിയാണ്. ഇതിൽ തന്നെ വരുന്നതാണ് എസ്ക്രോസും. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു 2 വണ്ടിയുമാണ് എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് സേഫ്റ്റി വൈസ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച സമയത്താണെങ്കിലും ഇത് കുറച്ചുകൂടെ ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്ന് ഫീൽ ചെയ്തു. ബോണറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഓൾറെഡി ക്രാഷ് ടെസ്റ്റിൽ പ്രൂവ് ചെയ്തൊരു വണ്ടി കൂടിയാണ്. ഏകദേശം 4 സ്റ്റാർ സേഫ്റ്റി. ആ ഒരു ടൈമിൽ സേഫായിട്ടുള്ള 10 കാറുകൾ ഒരു വണ്ടി ബ്രസയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എസ്ക്രോസ് ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ പഴയ മാരുതിയുടെ XX4, ഗ്രാൻഡ് വിറ്റാര, പിന്നെ പുതിയ വണ്ടികളിലാണെങ്കിലും അവർ അത്യാവശ്യം സേഫ്റ്റി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഡിസൈറിലൊക്കെ 5 സ്റ്റാർ. അതെ. നമ്മൾ ഒരു യാത്ര കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോയി സ്ലോപ്പിൽ ഇട്ടിരിക്കുകയാണ്. എപ്പോഴേലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി നീങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല, അങ്ങനത്തെ ഇഷ്യൂ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നുകൂടെ വരികയാണ്. ഒരു പേപ്പർ ഫിഗർ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വണ്ടിയുടെ? ഇതിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ 105 bhp ആണ് വരുന്നത്. ഞാൻ ആദ്യം കമ്പയർ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നി. പിന്നെ നെക്സോൺ ഏകദേശം ഒരു 120 bhp വരുന്നുണ്ട്. XUV ആണെങ്കിലും 115 അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കുറച്ച് അണ്ടർ പവേർഡ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഇല്ല. ഡ്രൈവ് ചെയ്ത സമയത്ത് മനസ്സിലായി ഇത് കുറച്ചുകൂടെ പെപ്പി എഞ്ചിനാണ്, വെയിറ്റ് കുറവാണ്. ഇപ്പം നമ്മൾ ഡീസൽ ബ്രസയോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇനീഷ്യൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പം നെക്സോണിൻ്റെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു 120 bhp ഒരു ഫീൽ ഇല്ല. ഇപ്പം നമ്മളൊരു 1.2 ആണ്, അതുപോലെ 3 സിലിണ്ടറും ആണ്. പെട്ടെന്നുള്ള ഓവർടേക്കിംഗ് ഒക്കെ കുറച്ച് ശോകമാണ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇനീഷ്യൽ ടു മിഡ് റേഞ്ച് ഓക്കെയാണ്. ഒരു പുതിയ ബ്രസയിൽ നിന്നും പഴയ ബ്രസയിലേക്ക് ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ കൂടുതലായിട്ട് തോന്നിയൊരു വ്യത്യാസം എന്താണ്? അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം K15C എഞ്ചിനിലേക്ക് വന്നു, ഇത് K15B ആണ്. അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ പെർഫോമൻസിൽ ഈ പറഞ്ഞ പോലെ അതിൽ എനിക്ക് മെയിനായിട്ടൊരു മിസ്സിങ് തോന്നുന്നത് ഇനിഷ്യലാണ്. ഇനിഷ്യൽ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ മിഡ് റേഞ്ച്. ബാക്കി പിന്നെ ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് കുറച്ചുകൂടെ അതിൽ കൂടുതലാണ്. ഇന്റീരിയേഴ്സും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാനൽസ് എല്ലാം മാറിയിട്ടുണ്ട്, പുതിയതാണ്. അതിൻ്റെ നമ്മൾ സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടാണ് ബോണറ്റ്. അങ്ങനെ കുറേ ചേഞ്ചസ് ഉണ്ട്. കൂടുതൽ എസ്തെറ്റിക് ആണ് കൂടുതലും. പെർഫോമൻസിൽ ഒരു ചെറിയൊരു ഡൗൺഫോൾ ഉണ്ട് K15C. അത് ഞാൻ ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു സഞ്ജയ് കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന പഴയ വണ്ടിയിലാണ്. ഇതിന് പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതെ. ഓൾറൈറ്റ്. അപ്പോൾ സഞ്ജയ്ക്ക് തോന്നിയിട്ടുള്ള മെയിൻ നെഗറ്റീവ്സുകൾ ഒന്ന്?
ഓക്കെ, ഫസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിലെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി. അത് ഈ പറഞ്ഞ പോലെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് പ്രൈസ് കട്ടിന് ഭാഗമായിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏകദേശം ഒരു 6 feet പ്ലസ് ഹൈറ്റ് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ബാക്കിലോട്ട് ഇട്ട് ബ്രോ മുമ്പേ കണ്ടല്ലോ. അപ്പം ബാക്കിൽ അതേ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ലെഗ് സ്പേസ് കുറവാണ്. അതുപോലെ തൈ സപ്പോർട്ടും ഹെഡ് റൂം ഒക്കെ ഓക്കെയാണ്. കാരണം ഇപ്പം നമ്മൾ XUV ആണെങ്കിലും നെക്സോൺ ആണെങ്കിലും അതൊരു കൂപ്പേ സ്റ്റൈലിങ്, അതിങ്ങനെ ഈ ഒരു ലെവലിലാണ് പോകുന്നത്. അപ്പം അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. ഇപ്പം നമ്മൾ നെക്സോണോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നെക്സോൺ കുറച്ചുകൂടെ റൈഡ് ക്വാളിറ്റി ബെറ്റർ ആണ് ഇതിനെ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പം എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരണമെന്ന് തോന്നിയത് ഒന്ന് ഇതിന്റെ സസ്പെൻഷനാണ്. പെർഫോമൻസിൽ അടിപൊളിയാണ്. നമ്മൾ ഹയർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വളരെ സ്റ്റേബിളും ആണ്, കോർണറിങ്ങിനും അടിപൊളിയാണ്. അതുപോലെ തന്നെ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഒന്നുമില്ലാന്ന് തന്നെ പറയാം. പണ്ട് മുതലേ മാരുതിയിൽ കണ്ടുവരുന്ന സെയിം സ്റ്റിയറിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫോർഡ് വെച്ചൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ പുറകിൽ തന്നെയാണ്. ആ ഒരു ഏരിയയും കൂടി ഇവരൊന്ന് കുറച്ചുകൂടെ ഡ്രൈവർ സെൻട്രിക് ആക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. പക്ഷെ അതിനെ ആക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവർക്കുള്ള ചാൻസ് ഒക്കെ കളഞ്ഞു. കാരണം ഇപ്പം കോമ്പറ്റീഷൻ അറിയാലോ ബ്രോയ്ക്ക്. ഇപ്പൊ തന്നെ ഒരേ എഞ്ചിൻ വെച്ച് തന്നെയാണ് അവർ കളിക്കുന്നത്. മൈലേജിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പഴയ എസ്ക്രോസിന്റെ ഒരു 1.6 ഉണ്ട്, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പെർഫോമൻസിൽ അടിപൊളിയാണ്. അതായത് പലർക്കും അറിയില്ല, എല്ലാവരും 1.3 മറ്റേ ഫിയറ്റിന്റെ മൾട്ടി ജെറ്റ് എഞ്ചിനാണ് കൂടുതൽ ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇറങ്ങിയൊരു മോഡലായിരുന്നു 1.6. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ഡീസലോട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് അടിപൊളിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഇതിലൂടെ വന്നു കഴിഞ്ഞായിരുന്നേ അത് വളരെ ബെറ്റർ ആയിരുന്നു. എനിക്ക് ആകെ ഒരു മെയിനായിട്ടൊരു നെഗറ്റീവ് അതാണ് സ്റ്റിയറിംഗ്. പിന്നെ സ്റ്റിയറിംഗ് കോളം ഇഷ്യൂ കോമൺ ആണ് മാരുതിയിൽ. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ സസ്പെൻഷൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. സസ്പെൻഷൻ ഓക്കെയാണ്, പക്ഷെ എന്നാലും നമ്മൾ മറ്റു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര ബെറ്റർ അല്ല, കുറച്ച് സ്റ്റിഫാന്ന് തോന്നിയിട്ടുണ്ട്. ഇതിപ്പം മറ്റേ ഡീസൽ ബ്രസയുടെ ആണെങ്കിൽ നല്ല സ്റ്റിഫായിരുന്നു. അതിൽ നിന്ന് ഇത് വന്നപ്പം കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഫ്രണ്ട് കോ ഡ്രൈവർക്കും അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ബാക്കിൽ അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ബാഡ് റോഡ്സിൽ പോകുന്ന സമയത്ത് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു സഞ്ജയ് അത്യാവശ്യം എന്തൂസിയാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് സ്പീഡ് എത്ര വരെ പോയിട്ടുണ്ടാവും? ഞാനൊരു 170 വരെ പോയിട്ടുണ്ട്. ആ സമയത്ത് ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്കറിയാം ബ്രേക്കിങ്ങിൻ്റെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മാണ് വരുന്നത്. ഒരു ഹൈ സ്പീഡ് ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ബ്രേക്ക് പെർഫോമൻസ് എങ്ങനെയാണ്? ബ്രേക്കിംഗ് ഒക്കെ ആവറേജ്. മാരുതിയിൽ നിന്ന് അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം അവർ ഇങ്ങനത്തെ കാര്യങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് അവർ ഈ പറഞ്ഞ പോലെ റിഫൈൻമെന്റ്, അതുപോലെ റിലയബിലിറ്റി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ മാരുതിയിൽ നിന്ന് അധികം എക്സ്പെക്ട് ചെയ്യണ്ട. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഒരു ബ്രസ വണ്ടിയുടെയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതും നമുക്കൊരു കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. അത് സഞ്ജയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ താങ്ക്സ് പറയാണ് സഞ്ജയോട്. താങ്ക് യു സോ മച്ച്. സഞ്ജയ് ഒരു തബലിസ്റ്റും കൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നന്ദി. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫ്രം കൃഷ്ണ ചാൻ.